ഒരു മൊച്ചക്കൊട്ട കറി വയ്ക്കാം. ഇതാണ് മൊച്ചക്കൊട്ട. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടില്ല, പക്ഷേ തമിഴ്നാട്ടിൽ ചെന്നാൽ ഇത് കിട്ടും. ഇപ്പോൾ കണ്ടാൽ തോന്നും നമ്മുടെ വൻപയറോ അങ്ങനെയുള്ളതൊന്നും തോന്നുന്നത്. ഇതിൻ്റെ രീതിയുണ്ട്. ഈ പയറിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന പയറാണ്. ഇതിന് മൊച്ചക്കൊട്ട എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ. ഇത് അയൺ കണ്ടൻ്റാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒരു രീതിയിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കറിച്ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്ത് വറുത്ത് കുക്കറിലിട്ട് വേവിക്കും. അത് നല്ലപോലെ പൊട്ടുമ്പോഴാണ് കുക്കറിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കുക്കറിലിട്ട് 5 വിസിലാകുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് വെന്ത് കിട്ടും. വേണ്ട കണ്ടോ, നല്ലപോലെ വെന്ത് കിട്ടും. മഞ്ഞപ്പൊടി ഇട്ട് വേണം വേവിക്കാൻ. കണ്ടോ, നല്ല മയമായിട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ടാണ് ഈ പയർ ഈ കളറായത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് 2 വലിയ സവാള ചെറുതായിട്ട് അരിയുക, 3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 2 ചെറിയ തക്കാളി ഞാൻ എടുത്ത. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഇഞ്ചിയും 15 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇത്. ഒരു കത്തിരിക്ക, അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, മതി. ഒരു കത്തിരിക്ക ഈ അളവിൽ അരിഞ്ഞത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കും. തീ കത്തിച്ചു ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന്. വലിയ സ്പൂണിന് 1 സ്പൂണ്, അത് ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് 4 സ്പൂണ്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ജീരകവും കൂടെ ഇട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായി നമുക്കിനി കടുകിടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഇത്ര ഇട്ടാൽ മതി, കൂടുതലൊന്നും ഇടണ്ട. അത് പൊട്ടട്ടെ.